ഒരു ദരിദ്രനായ ഒരാൾ. രാവിലെയായാൽ അയാൾ എന്നും യമനിലെ ഒരു പട്ടണത്തിലേക്ക് ഓടിവരും. അവിടെ ചന്തയിൽ കച്ചവടം ചെയ്യാൻ പല നാടുകളിൽ നിന്നെത്തിയ ആ മനുഷ്യരുടെ ഇടയിലേക്ക് അയാൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങും. മദീനയിൽ നിന്നുള്ള ആരെങ്കിലും ഇന്ന് വന്നിട്ടുണ്ടോ? ഒന്ന് രണ്ട് ആളുകളൊക്കെ കൈ ഉയർത്തിയിട്ട് പറയും, അതെ, ഞാൻ മദീനയിൽ നിന്നാണ്. ഉടനെ ആ മനുഷ്യരുടെ അടുത്തേക്ക് പാവപ്പെട്ട ദരിദ്രനായ ഈ മനുഷ്യൻ ഓടിച്ചെല്ലുന്നു. അവരുടെ കണ്ണുകളിൽ ഉമ്മ വയ്ക്കുന്നു. എന്നിട്ട് പറയും, മുത്തുനബിയെ കണ്ട കണ്ണുകളാണത്, മുത്തുനബി ജനിച്ച നാട് കണ്ട കണ്ണുകളാണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കണ്ണുകൾ ഉമ്മ വയ്ക്കണം. ഉഹദ് യുദ്ധം കഴിഞ്ഞ് വാർത്തയറിഞ്ഞ് അതുപോലെ ആ ചന്തയിലേക്കെത്തിയ മനുഷ്യരുടെ അടുത്തേക്ക് ഈ പാവപ്പെട്ട മനുഷ്യൻ ഓടിച്ചെല്ലുന്നുണ്ട്. എൻ്റെ നബിക്ക് എന്തോ പറ്റിയെന്ന് ഞാൻ കേട്ടു. എന്താണ് എൻ്റെ നബിക്ക് പറ്റിയത്? അവർ മറുപടി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ മുൻപല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഉടനെ അയാൾ നിലത്ത് കിടന്ന ഒരു വലിയ കല്ലെടുത്തിട്ട് അയാളുടെ മുൻപല്ലുകൾ പൊട്ടിക്കാൻ തുടങ്ങി. നബിക്കില്ലാത്ത മുൻപല്ല് ഈ ഉവൈസിനും വേണ്ട. പറഞ്ഞു വരുന്നത് ഉവൈസുൽ ഖർനി എന്ന വിശുദ്ധനായ ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. പ്രവാചകനെ ജീവിതത്തിൽ ഒരു നോക്കെങ്കിലും കാണാൻ കൊതിച്ച ആ വലിയ മനുഷ്യൻ ആ സ്വപ്നം പൂവണിയുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുലേക്ക് വിടവാങ്ങി. ഉവൈസുൽ ഖർനി എന്ന പരിത്യാഗിയായ ആ മനുഷ്യൻ്റെ കണ്ണീര് നനഞ്ഞ ആ കഥ മനോഹരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്. യമനിലെ കറൻ എന്ന ദേശത്ത് നിന്ന് ഉവൈസ് എന്ന ഒരാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ ഉമ്മത്തിനു വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം. അദ്ദേഹത്തിൻ്റെ ഉമ്മ രോഗിയായി കിടക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ വന്ന് കാണാനാവില്ല. അയാളുടെ ശരീരത്തിൽ മുഴുവനും വെള്ളപ്പാണ്ടുകൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് അത് മുഴുവൻ മാറി അവസാനം ഒരു നാണയത്തിൻ്റെ അത്ര വലുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ മാത്രം പാടുകൾ കാണാം. ആ മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയണം. അയാൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒരു കമ്മീസും ഒരു തലപ്പാവും ആ വലിയ മനുഷ്യന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. അബൂബക്കർ തങ്ങളുടെ കാലമെത്തി. യമനിൽ നിന്ന് എല്ലാ വർഷവും ഹജ്ജിന് വരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഖലീഫ അബൂബക്കർ തങ്ങൾ ചെല്ലുന്നു. യമനിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ? കുറച്ച് ആളുകളൊക്കെ മുന്നോട്ട് വരും. അതിൽ കറൻ പ്രദേശത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? വളരെ കുറഞ്ഞ ആളുകൾ വരുന്നു. അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഉവൈസിനെ അറിയുമോ? ഇല്ല, ഉവൈസിനെ ആർക്കും അറിയില്ല. അബൂബക്കർ തങ്ങളുടെ 2 വർഷക്കാലം അങ്ങനെ കഴിഞ്ഞുപോയി. ശേഷം പിന്നീട് വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇതുപോലെ ഹജ്ജിന് വരുന്ന മനുഷ്യർക്കിടയിൽ ചെന്നിട്ട് ചോദിക്കുന്നു, യമനിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ? കുറച്ച് ആളുകളെല്ലാം കൈ ഉയർത്തുന്നു. കരൺ കുറച്ചാളുകൾ വീണ്ടും കൈ ഉയർത്തുന്നു. അവരോട് വന്ന് ചോദിക്കുന്നു ഉമർ തങ്ങൾ, ഇതിൽ ഉവൈസ് എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അവരും പറയുന്നു, ഇല്ല, ഉവൈസ് ഇല്ല. പിറകിൽ നിൽക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഖലീഫ, നിങ്ങൾ അന്വേഷിക്കാൻ മാത്രം ആവശ്യമുള്ള ഒരു ഉവൈസ് ഞങ്ങളുടെ കൂട്ടത്തിലില്ല. ഞങ്ങളുടെ കൂടെ ഒരു ഉവൈസ് ഉണ്ട്. പക്ഷേ അവൻ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന, ഞങ്ങളുടെ ഒട്ടകങ്ങളെയും ആടുകളെയും ഒക്കെ പരിപാലിക്കുന്ന ഇടയനായ ദരിദ്രനായ പാവപ്പെട്ട ഒരു ഉവൈസ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എവിടെയാണ് ഉവൈസ്? അദ്ദേഹം ആ താഴ്വരയുടെ അപ്പുറത്ത്. ഖലീഫ പെട്ടെന്ന് തന്നെ തൻ്റെ കഴുതപ്പുറത്ത് കയറിയിട്ട് അവിടേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഖലീഫയുടെ എല്ലാ ആർഭാടങ്ങളുണ്ടായിട്ടും കഴുതപ്പുറം മാത്രം വാഹനമായി സ്വീകരിച്ച ഉമർ റളിയല്ലാഹു അൻഹു ഈ ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ ആ മലച്ചെരുവിൽ ഒട്ടകങ്ങളുടെയും ആട്ടിൻകൂട്ടങ്ങളുടെയും അടുത്ത് താൻ മേയാൻ കൊണ്ടുപോകുന്ന ആ വടി മരുഭൂമിയിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ട് അത് മറയാക്കി മെലിഞ്ഞുണങ്ങിയ ദരിദ്രനായ ഒരു ആട്ടിടയൻ അവിടെ നിന്ന് നമസ്കരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിസ്കാരം കഴിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു
കാത്തിരുന്നു. ശേഷം അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളാണോ ഉവൈസ്? അദ്ദേഹം മറുപടി പറഞ്ഞു, അതെ, ഞാനാണ് ഉവൈസ്. നിങ്ങൾക്കൊരു ഉമ്മയുണ്ടോ? അതെ, എനിക്കൊരു ഉമ്മയുണ്ട്. അവർ രോഗം പിടിപെട്ട് കിടക്കുകയാണ്. ചോദ്യം അവിടെ അവസാനിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വെള്ളപ്പാണ്ട് അസുഖം ഉണ്ടായിരുന്നോ? അത് മാറി മാറി വയറ്റിൽ ഒരു നാണയവട്ടത്തിലേക്കത് ചുരുങ്ങിയിട്ടുണ്ടോ? അദ്ദേഹം അതിനും അതേ എന്ന് മറുപടി പറഞ്ഞു. അത് ഉയർത്തി കാണിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ കീറിപ്പറിഞ്ഞ കുപ്പായം ഇങ്ങനെ ഉയർത്തുമ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി, അറബിയയുടെ രാജകുമാരൻ, ആ പാവപ്പെട്ട ദരിദ്രനായ ഉവൈസിൻ്റെ വയറ്റിൽ ആ വെള്ളപ്പാണ്ടിലേക്ക് കുനിഞ്ഞു നിന്ന് ഉമ്മ വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, പ്രവാചകൻ നിങ്ങളെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒരു കമ്മീസും പ്രവാചകൻ്റെ ഒരു തലപ്പാവും സൂക്ഷിച്ചിട്ടുണ്ട്. അത്രയും കേട്ടതോടുകൂടെ അദ്ദേഹം അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഞാൻ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ്. അത്രയും കേട്ടതോടുകൂടെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പോലും കഴിയാതെയായി. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ പേര് കേട്ട ഖലീഫ, ധീരനായ നീതിയുടെ പര്യായമായ ഖലീഫ ഉമർ, ഒന്നുമില്ലാത്ത ദരിദ്രനായ ആട്ടിടയനായ ഈ ഉവൈസിനെ കാണാൻ വന്നിരിക്കുകയാണ്. മാത്രവുമല്ല, ലോകത്തിൻ്റെ പ്രവാചകൻ, ജീവിതത്തിലൊരിക്കലെങ്കിലും ഞാൻ കാണാൻ കൊതിച്ച എൻ്റെ പ്രവാചകൻ എനിക്ക് വേണ്ടി അവിടുത്തെ കമ്മീസും തലപ്പാവും മാറ്റിവെച്ചിരിക്കുകയോ? എന്താണ് റബ്ബേ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? നടന്നതെല്ലാം വാസ്തവമായിരുന്നുവെന്നും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു കഥ കൂടി ഖലീഫയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പ്രവാചകനെ കാണാൻ വേണ്ടി മക്കയിലെത്തിയ ഉവൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കണ്ണീരിണങ്ങാത്ത കഥ.